ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവും വന്ദനവും. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന ആചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നും ഇരിക്കുന്നു. ഇവിടെ നമ്മുടെ യഥാർത്ഥമായ ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ക്രിസ്തുവിൽ എങ്ങനെ മുദ്രയിട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ എങ്ങനെ മുദ്രയിട്ടിരിക്കുന്നു, എങ്ങനെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ഇത്യാദി കാര്യങ്ങളാണല്ലോ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ പരിശുദ്ധാത്മാവിനാലുള്ളതാകുന്ന ആ മുദ്ര, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ളതായ ആ വീണ്ടെടുപ്പ് മുഖാന്തിരം നാം ദൈവത്തിന്റെ വക എന്ന് പൂർണ്ണമായി അവിടെ നമ്മോട് പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം ചിന്തിക്കുമ്പോൾ ഗ്രീക്കുകാരുടെ പരിചയയില് നെപ്റ്റ്യൂണിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ ട്രോജന്മാർ മിനർവയുടെ ചിത്രവും അവര് ആലേഖനം ചെയ്തിട്ടുണ്ട് അവരുടെ പരിചയയിൽ. കാരണം അവരുടെ ഒരു വിശ്വാസമാണത്, ഈ നെപ്റ്റ്യൂണിന്റെയും മിനർവയുടെയും ചിത്രം അവരെ യുദ്ധങ്ങളിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെയും രക്ഷിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. എന്നാൽ ഇവിടെ പൗലോസിനെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത് നമ്മെ അഥവാ ആത്മാവ് എന്ന അച്ചാരം മുഖാന്തരം മുദ്രയിട്ടിരിക്കുന്ന ആ അനുഭവത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്തിരിക്കുന്ന ആ മുദ്രയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റ് മുദ്രകളെല്ലാം അത് പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഈ ലോകത്തിലെ ഒരു പരിചയ്ക്കും നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഈ ലോകത്തിലെ ഓരോ മാർഗങ്ങൾക്കും നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് കഴിയുന്നതല്ല. എന്നാൽ ക്രിസ്തുവിൽ കൂടിയുള്ളതാകുന്ന രക്ഷ, ക്രിസ്തുവിൽ കൂടിയുള്ളതാകുന്ന വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടെയുള്ളതാകുന്ന മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ അനുഭവത്തിന് മാത്രമേ നമ്മെ പൂർണ്ണമായി നിത്യതയിൽ കൊണ്ട് എത്തിക്കുവാനായിട്ട് പര്യാപ്തമാകുകയുള്ളൂ എന്നതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുക്കുകയും മുദ്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. ചിലപ്പോൾ മനുഷ്യൻ പല സഹായ വസ്തുക്കളിലേക്ക് അവൻ കരങ്ങളെ നീട്ടാറുണ്ട്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമായി വരും. ഒരു രോഗി ഡോക്ടറിന്റെ അടുക്കൽ ഓടിയെത്താറുണ്ട്. അതേപോലെ പ്രശ്നങ്ങളിലായിരിക്കുന്ന പലരും മറ്റു പലരെയും സമീപിക്കാറുണ്ട്. ചിലർ മക്കളിൽ ആശ്രയം വയ്ക്കാറുണ്ട്, മക്കൾ അമ്മയപ്പന്മാരിൽ ആശ്രയം വയ്ക്കാറുണ്ട്. എന്നാൽ ഈ ആശ്രയങ്ങളെല്ലാം ഒരിക്കലും അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരുവനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, പൂർണ്ണമായി സഹായിക്കുവാൻ അവിടുത്തെ കാൽവറി യാഗം മുഖാന്തിരം, അഥവാ പാപത്തിൽ നിന്നുള്ള രക്ഷ, നിത്യരക്ഷ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തില് യാതൊരു വിധമാകുന്ന യാഗങ്ങൾ കൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ ഒരിക്കലും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ മറ്റെന്ത് യാഗത്തിനായിരുന്നാലും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഈ സാഹചര്യത്തിൽ അത്രേ പൂർണ്ണമായി നമ്മെ രക്ഷിക്കേണ്ടതിന് യേശു കർത്താവ് ഈ താണലോകത്തിലേക്ക്
സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് എന്നത് ഒന്നുകൂടി നാം ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതാണ് ഇവിടെ പൗലോസിന് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നാളിതേവരെ ആ ക്രിസ്തുവിൽ കൂടിയുള്ള ആ രക്ഷ, പരിശുദ്ധാത്മാവിൽ കൂടെയുള്ളതായ ആ വീണ്ടെടുപ്പ്, ആ മുദ്ര നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പൂർണ്ണമായി ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. ഈ ലോക ജീവിതം ക്ഷണികമാണ്. എന്നാൽ ഇതിനപ്പുറമായി നിത്യമായ ഒരു ജീവിതമുണ്ട്. അത് ആ ജീവിതത്തിന് അവകാശികളായി തീരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പൂർണ്ണമായി ഓർമ്മപ്പെടുത്തുന്നുവല്ലോ. ആ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ, അന്ത്യകാലം വന്നെടുത്തേ പെന്തക്കോസ്തിൻ ജ്വാലയാണേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സേവ ചെയ്താൽ സ്വന്ത നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം, പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന. നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടാം, നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം വേഗമിതാ ആഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം വേഗമിതാ ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ.